ഈ സായാഹ്ന സന്ധ്യയിൽ സമാധാനം സംഘടിച്ച ഭവനത്തിലേക്ക് ലാസ്യ നടനം ചാരെ ചാർത്തി ചെമ്പി എത്തിയത്. വീട് വിട്ടിറങ്ങിയ തന്റെ ജ്യേഷ്ഠനെ തിരക്കി. അങ്കലാപ്പിന്റെ ആദിയിൽ അലറി വിളിച്ച ചെമ്പിയുടെ വിളി അലയടിച്ചത് ശാന്തിയുടെ ശയ്യയിൽ ഉറങ്ങിയ കറുപ്പായി. ഒരു മാർജാരണിയുടെ ശബ്ദമല്ലേ അത്? അതാ വരുന്ന. തന്റെ കൗതുകം നയിച്ച കാന്തികതയിൽ കറുപ്പായി കഥകൻ മറകിലെത്തിയതും പിന്നാമ്പുറത്ത് ചെമ്പി വശ്യചാരുതയിൽ തീർത്ത സ്വർണ്ണ മത്സ്യം പോലൊരു മുതലാളി കണ്ടെത്തുമെന്ന് പറഞ്ഞ മാർജാരണി ഇത് തന്നെ. കറുപ്പായിയുടെ മാർജാര രുദ്ര തേജസ്സിൽ സങ്കോചിതയായി ചെമ്പി ചുവട് വെച്ചതും ചെമ്പിയുടെ ചന്തത്തിൽ ചിതലരിച്ച ചിന്താമൂഢതയിൽ ഈ നിമിഷത്തെ മറന്നു. ചെമ്പി ശൂന്യതയിൽ ബന്ധിച്ച മായാബന്ധനത്തിൽ പിടിച്ച് ചീനിപ്പണ കയറി കറുപ്പായി. ബന്ധനം വലിച്ചു പൊട്ടിച്ച് പണയിളക്കി കറുപ്പായി ഓടിയത് ജനാലക്കരികിലേക്ക്. പുറത്ത് ചെമ്പിയുടെ ജ്യേഷ്ഠൻ ചെരമ്പൻ തന്റെ സഹോദരിക്ക് പിന്നാലെ പാഞ്ഞ രുദ്രമാർജനെ പിടികൂടാൻ തന്നെ. ശാന്തപൂരിത ഭവനത്തിൽ ശങ്കയുടെ ശങ്കൊലി അലയടിക്കുന്നു. ചെരമ്പന്റെ ചിലമ്പലിൽ ചികഞ്ഞ ധൈര്യത്തെ കറുപ്പായി സംഭരിച്ചത്. ചെമ്പിയുടെ വിളിയിൽ വിരളിവിട്ട ചെരമ്പൻ പിന്തിരിഞ്ഞു. തന്റെ ശത്രുപഥത്തിൽ ഒരു നാമം കൂടി ആലേഖനം ചെയ്ത നിമിഷം.